ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തെ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും വേണ്ടത് എന്താണ്? പണം. പണം എങ്ങനെ കൂടുതൽ സൃഷ്ടിക്കാം എന്നതാണ് നമ്മൾ പലരും പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ഒരു വർഷം പണം കൂടുതൽ സൃഷ്ടിക്കാൻ ഞാൻ എടുത്ത കുറച്ച് സ്റ്റെപ്സാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ സമ്പത്ത് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല. പല വർഷങ്ങളായിട്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പ്ലാൻ സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയർ ആഫ്റ്റർ ഇയർ നമ്മുടെ സമ്പത്ത് കൂടും. ആൻഡ് ഈ സമ്പത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണം കൂടുമോ? ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത്, നമ്മൾ പണം കൂടുതൽ സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മൾക്ക് വേണ്ടി പലതും ചെയ്തു തരും. അത് നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ പണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പൈസ ക്രിയേറ്റ് ചെയ്യണം എന്ന് മൈൻഡിലേ ഉണ്ടാവുള്ളൂ, ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല എപ്പോഴും. അപ്പോൾ ആ ആക്ഷൻ സ്വീകരിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി പണം കൂടുന്നുണ്ടാവും. ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് പണം പല സ്ഥലത്തു നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ആ ഒരു പ്രിപ്പയർനെസ് നമ്മൾക്ക് ഉണ്ടാവണം. പണം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓരോരോ വർഷം പണം കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനുള്ള 4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ പണം സമ്പാദിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്, SIP. ഞാൻ SIP സ്ഥിരമായിട്ട് എല്ലാ മാസവും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ചില റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് SIP സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ ഇതൊക്കെ പല വീഡിയോസിലായിട്ട് കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാലും ഞാൻ പറയാണ്, SIP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ, ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും, അവിടെ പോയിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ വെബ്സൈറ്റിൽ പോയിട്ടും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഗ്രോ ആപ്പ് വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിലൊരു അക്കൗണ്ട് തുടങ്ങുക. അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം അതിലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ആ ആപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ആപ്പ് തന്നെ പറഞ്ഞുതരും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള ഓരോ സ്റ്റെപ്സ്. അങ്ങനെയാണ് SIP സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ SIP വഴി നമുക്ക് ഓരോ വർഷവും കൂടുതൽ പണം സമ്പാദിക്കാൻ എങ്ങനെ സാധിക്കും? ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 5000 രൂപയാണ് ഒരു വർഷം SIP ആയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ ഞാൻ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 5500 എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ വർഷവും സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. അപ്പോൾ എല്ലാ വർഷവും നമ്മളുടെ വരുമാനം കൂടണം. അത് ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും. നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, പ്രിപ്പയർഡ്നെസ് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പൈസ വരും, നമ്മൾക്കത് ചെയ്യാൻ പറ്റും. മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് പ്ലാൻ ചെയ്യാൻ. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ഈ ഇല്ലാപ്പാട്ട് പാടിയിട്ട്, അയ്യോ എനിക്ക് പൈസ ഇല്ലേ, അയ്യോ എന്നെക്കൊണ്ട് പൈസ ഉണ്ടാവുന്നില്ലേ, എനിക്ക് പൈസ കിട്ടുന്നില്ലേ, എനിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ലേ, ഇങ്ങനത്തെ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്ത് വന്നാലേ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്ത് വന്ന ആൾക്കാരായിരിക്കും, അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി, പക്ഷേ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ ഇല്ലാപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അയ്യോ പൈസ ഇല്ലേ, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാവുന്നില്ലേ, ഇങ്ങനെ ദുഃഖം, പൈസനെ പറ്റിയുള്ള നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ ഉള്ള ആയിരിക്കാം മുന്നേ. പക്ഷെ അതൊന്ന് പുറത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പണം ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഇപ്പോൾ ഈ SIP സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രാക്ടിക്കൽ ആവണം. ഇപ്പോൾ ഒരാൾ 1,00,000 രൂപയാണ് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ 10% എന്ന് പറയുമ്പോൾ 1,10,000 രൂപ. അപ്പോൾ നെക്സ്റ്റ് ഇയർ അയാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം, 1,10,000 രൂപ. അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കുറച്ച് വർഷം കഴിയുമ്പോൾ 5 ലക്ഷമൊക്കെ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാൽക്കുലേഷൻ വരും. അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം ഒരു മാസം 5,000 രൂപ ഇടുന്ന ഒരാൾക്ക് നെക്സ്റ്റ് മന്ത് 5,500 ഇടാം, അല്ലേ? അതേപോലെ ഒരു വർഷം എല്ലാ മാസം 50,000 രൂപ ഇടുന്ന ഒരാൾക്ക്, SIP ആയിട്ട് ഇടുന്ന ഒരാൾക്ക് നെക്സ്റ്റ് ഇയർ ഒരു 5,000 10,000 രൂപയൊക്കെ കൂട്ടാം. പക്ഷെ വലിയൊരു എമൗണ്ട് കൂട്ടാൻ പറ്റണമെന്നില്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് അപ്പ് എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ SIP എമൗണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക. നമ്മൾക്ക് പറ്റാവുന്നത്ര മാക്സിമം ഓരോ വർഷവും SIP എമൗണ്ട് കൂട്ടാൻ ശ്രമിക്കുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പണം കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്താണ് ഈ റിസ്ക്? ഇത് ഞാൻ സിമ്പിളായിട്ട് പറയാം. അതായത് മാർക്കറ്റ് ഇടിയാണ്. മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ആക്ച്വലി വി ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ് തരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ പണവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഇടിയുമ്പോൾ എനിക്ക് എവിടെയാണ് പണമുള്ളത് ഇൻവെസ്റ്റ് ചെയ്യാൻ? ഇല്ല. ചിലപ്പോൾ ഈ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഞാൻ പാനിക്കായിട്ട് ചിലപ്പോൾ പല തെറ്റായ ഡിസിഷൻസ് എടുത്തു എന്ന് വരാം. ചിലപ്പോൾ ഞാൻ നഷ്ടത്തിൽ വിൽക്കാം. നമ്മളുടെ ഹ്യൂമൻ മൈൻഡ് പ്ലേസ് എ ബിഗ് റോൾ.
അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, ഈ ബയസസ് ഒക്കെ നമ്മൾ പഠിക്കണം. ഇനി ഞാൻ വിൽക്കുന്നൊന്നുമില്ല, പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, എൻ്റെ കയ്യിലെ പണം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ എല്ലാ പണം എടുത്തും സ്റ്റോക്ക് മാർക്കറ്റിലിട്ടു. അപ്പം പെട്ടെന്ന് എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പിൻവലിക്കാനും പറ്റില്ല, കാരണം ഞാൻ ഇട്ട എമൗണ്ടൊക്കെ നഷ്ടത്തിലാണുള്ളത്. ഇതാണ് നമ്മുടെ റിസ്ക്. പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയെങ്കിലും പണം ഉണ്ടോ എടുക്കാൻ, അതോ ഇതെന്നാണോ എടുക്കേണ്ടത്? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളുടെ ടൈം പീരീഡ് എത്രയാണെന്ന് അനലൈസ് ചെയ്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് ഇത്ര വർഷത്തേക്ക് എനിക്ക് ഈ പണം വേണ്ട, ഒരു മിനിമം 5 വർഷത്തേക്കെങ്കിലും ഈ പണം എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് നമ്മുടെ റിസ്ക്. അപ്പോൾ എത്ര പണം അതിലോട്ടിടാം, അതാണ് നമ്മുടെ റിസ്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ എനിക്ക് 10 ലക്ഷം 5 വർഷത്തേക്ക് ആവശ്യമില്ല, അപ്പോൾ ഞാൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നേരെ മറിച്ച് ഒരാൾക്ക് 10 ലക്ഷത്തിലേക്കാളും കൂടുതൽ ഇടാം ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. 50 ലക്ഷം ഇടാം, അയാൾക്ക് 5 വർഷത്തേക്ക് 50 ലക്ഷത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം വന്നാൽ അയാളുടെ അടുത്ത് വേറെ ഇതിൽ പണം എടുക്കാനുണ്ട്. അപ്പോൾ ഓരോരാളുടെ റിസ്ക് ഡിഫറെൻ്റ് ആണ്, റിസ്ക് കേപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ മാർക്കറ്റ് ഇടുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പണം എപ്പോഴും നമ്മൾ കയ്യിൽ വെക്കണം. അപ്പോൾ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം, അങ്ങനെ കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് മാറ്റി വെക്കുന്ന പണത്തിനെ കൊണ്ട് പല രീതിയിലും നമ്മൾക്ക് ഉപയോഗം വരും. അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിൻവലിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കുന്നത്, കുറച്ച് പണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് ഒക്കെ കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പണം എടുക്കാണ്ട് നമ്മുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് നമ്മൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാം. നേരെ മറിച്ച് ഇൻവെസ്റ്റ് ചെയ്ത പണം നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമ്മളുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും കയ്യിൽ കുറച്ച് പണം കരുതി വെക്കണം. അത് കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു മൈൻഡ് സെറ്റിൽ വേണം കരുതി വെക്കാൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഇൻഷുറൻസിൽ നിന്ന് എങ്ങനെ കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് കഴിഞ്ഞ വർഷം ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി, അയ്യോ ഇത്രയും നല്ല പന പോലെ ഇരുന്ന് എനിക്ക് എങ്ങനെ ന്യൂമോണിയ വന്നു? കാരണം നമ്മളതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. നമ്മളെ വിചാരം നമ്മൾ നല്ല ആരോഗ്യവതിയാണ്, നമ്മൾക്ക് കാണുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം പനി വരുന്നു, 5 ദിവസം കിടപ്പിലാവുന്നു, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്നു, പിന്നെ ഒരു 7 ദിവസം ഓക്സിജൻ വെച്ച് ഹോസ്പിറ്റലിൽ കിടപ്പാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് വരും നമുക്ക്, എസ്റ്റിമേറ്റഡ് ബില്ല്. അപ്പോൾ ഫസ്റ്റ് ഡേ 1 ലക്ഷത്തിൻ്റെ ബില്ല് വന്നു. അങ്ങനെ 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ബില്ല് വന്നത് 3 lakh അറൗണ്ട് 3 ലക്ഷം. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് 2,80,000 രൂപ ഇൻഷുറൻസിൽ പോയി. എനിക്ക് ആകെ ഒരു 20,000 സംതിങ്ങേ ഹോസ്പിറ്റലിന് കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ 3 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ അല്ലേ? അപ്പോൾ ആ 3 ലക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത എഫേർട്ട് ഇനിയും എടുക്കേണ്ടി വന്നേനെ. പക്ഷേ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ പണം സേവ് ചെയ്യാൻ പറ്റി. ഈ ഇൻഷുറൻസ് ഇല്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റൂം എടുത്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ചാർജസും, ഇപ്പോൾ ഡോക്ടറിൻ്റെ ഫീസ്, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ റൂം എടുത്ത ആളുടെ ബില്ല് കുറച്ച് കൂടുതലായിരിക്കും വാർഡിൽ കിടക്കുന്ന ആളുടെ ബില്ലിനേക്കാൾ. അപ്പോൾ വാർഡിൽ കിടക്കുന്ന ആൾ ഇതേ ടെസ്റ്റും ഇതേ ഡോക്ടറൊക്കെയാണ് ചികിത്സിക്കുന്നതെങ്കിലും അയാളുടെ ഫീസ് കുറവായിരിക്കും. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ CT സ്കാനിൻ്റെ ബില്ല് 24,000 രൂപയാണ് വന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, യൂഷ്വലി CT സ്കാനിനൊന്നും ഇത്ര റേറ്റ് ഇല്ല. അപ്പം ഞാൻ ബില്ലടക്കുമ്പോൾ ഇതെന്താണ് ഇത്രയും അധികം? അപ്പോൾ അവർ പറയാം, നിങ്ങളൊരു റൂമിലാണ് നിന്നത്, അപ്പോൾ നിങ്ങളുടെ റൂം റേറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എല്ലാ ബില്ലും വരിക. ശരിക്കും പറഞ്ഞാൽ കൊള്ളയടിയാണ്. ഇതൊന്നും ആരും എന്താ പറയാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊന്നും നമ്മൾ പലർക്കും അറിയില്ല. ഇതൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, നിങ്ങൾക്ക് റൂമിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ബില്ലായിട്ട് വരും വാർഡിൽ നിൽക്കുന്നതിനേക്കാളും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു വാർഡിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് നമ്മളെ സേവിങ്സ് നിന്ന് എടുത്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനിങ് എല്ലാം തെറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സീരീസ് ഇറങ്ങില്ലേ, ജിസ്മ വിമലിൻ്റെ ഹരിച്ചും കുണിച്ചും എന്ന് പറഞ്ഞിട്ട്, അതിൽ ആ ഒരു ക്യാരക്ടർ പറയുന്നില്ലേ, അവരുടെ അച്ഛൻ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളായിരുന്നു, ആരടുത്തൊന്നും കടമൊന്നും വാങ്ങൂല, ലൈഫ് മൊത്തം പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വൈഫിന് ക്യാൻസർ ഡയഗ്നൈസ്ഡായി. അതിനുശേഷം ആ പ്ലാനിങ് മൊത്തം തെറ്റി, കടം വാങ്ങാൻ തുടങ്ങി, പണത്തിൻ്റെ എല്ലാ ബാലൻസും പോയി. എന്തുകൊണ്ട്? ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നെപ്പോഴും മനസ്സിലാക്കണം. ആ മൈൻഡ് സെറ്റിലാണ് ഇൻഷുറൻസ് കൊടുക്കേണ്ടത്. കാരണം ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ എൻ്റെ സേവിങ്സിൽ നിന്ന് പണം കുറയും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളുടെ സ്പൗസ് ആവാം, മക്കളാവാം, അച്ഛനമ്മമാരാവാം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ
ടേം ഇൻഷുറൻസും എടുക്കണം. പക്ഷേ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് എന്താ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മൈൻഡ് സെറ്റിനാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നാട്ടിലുള്ളവർ ഇവിടെ ജീവിക്കാൻ തന്നെ പൈസയില്ല, അപ്പോഴാണ് ഇൻഷുറൻസ്. കണ്ടോ, ഞാൻ പറഞ്ഞു നേരത്തെ മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്ത് വരണം. അപ്പോൾ നമ്മൾ കിട്ടുന്ന പണത്തിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് ഇൻഷുറൻസിലേക്ക് നമ്മൾ മാറ്റി വെക്കാൻ പഠിക്കണം. ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനൊരു മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ മണി മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ആവും. മണി വന്നു തുടങ്ങും. അതായത് നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ് പണം വെച്ച്. അല്ലാണ്ട് എനിക്ക് പൈസ ഇല്ല, എനിക്ക് അതിന് ചിലവുണ്ട്, ഇതിന് ചിലവുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഇൻഷുറൻസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ലോ എനർജി സ്റ്റേറ്റിലാണെങ്കിൽ ഒന്നും നടക്കൂല. സോ പണം കൂടുതൽ സൃഷ്ടിക്കാനുള്ളൊരു വഴി തന്നെയാണ് ഇൻഷുറൻസ്. ഇനി നാലാമത്തത്, ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ വരും. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് ആവാം, പുതിയ ക്രിപ്റ്റോ കറൻസീസ് ആവാം, NFTs ആവാം, അങ്ങനെ എന്തൊക്കെയോ ഫാഡ്സ് ഉണ്ടാവും. പക്ഷേ പുതിയതിൻ്റെ പുറകെ പോകാണ്ട് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് റിട്ടേൺസ് നൽകിയ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ആണ് മ്യൂച്വൽ ഫണ്ട്സ്. അതേപോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീംസ്, അതുപോലത്തെ സ്കീംസിൽ ചെന്ന് പെടാണ്ടിരിക്കുക. അതായത് ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാം ആയിട്ട് ആ ഒരു തോട്ട് വരുത്തണം. അല്ലാണ്ട് എനിക്കിപ്പോൾ പൈസ വേണം, ഒരു കൈൻഡ് ഓഫ് എന്താണ്, എങ്ങനെയെങ്കിലും പൈസ, ഒരു ഒബ്സഷൻ, ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള പൈസ, ആ ഒരു മൈൻഡ് സെറ്റ് വന്നാലും പ്രശ്നമാണ്. കാമായിട്ട് വേണം ഒരു തോട്ട് വരാൻ പൈസ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീംസിലൊക്കെ പോയി പെടുന്ന ആൾക്കാർക്ക് പലർക്കും നഷ്ടം സംഭവിക്കുന്നത്. സോ നമ്മൾ ട്രെൻഡ്സ് ചേസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് റിട്ടേൺസ് തരുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ അടുത്തേക്ക് പോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് തരുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ പുറകെ പോകുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്ത് തരിക. അപ്പോൾ ഇതും നമ്മൾ മൈൻഡിൽ എപ്പോഴും വിചാരിക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, കാം സ്റ്റേറ്റിൽ നിന്ന് പണത്തെ പറ്റിയിട്ട് വരുന്ന സമയത്താണ് കൂടുതൽ പണം നമ്മളുടെ അടുത്തേക്ക് എത്തുക. ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ടുവേർഡ്സ് മണി. ഒരു നെഗറ്റീവ് തോട്ട്സ് വരരുത്. എപ്പോഴും മൈൻഡിൽ നമ്മൾ പറയേണ്ടത് മണി വിൽ കം. എനിക്ക് ജീവിക്കാനുള്ള റിസോഴ്സസ് ഓൾവേസ് അതെപ്പോഴും ഉണ്ടാവും. എൻ്റെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും എന്ന തോട്ട് എപ്പോഴും മൈൻഡിൽ കൊണ്ടുവരിക. എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് അത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു തോട്ട് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങളുടെ പണം കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഒന്നാമത്തത്? SIP സ്റ്റെപ്പപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, റിസ്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് പണം എപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് കരുതണം. കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇക്വിറ്റീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. കുറവ് റിസ്ക് ആണെങ്കിൽ കുറച്ച് ഡെറ്റ് എക്സ്പോഷറും കൂടി കൂട്ടുക. ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഹൈബ്രിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും കുറച്ച് പണം കരുതി വെക്കണം. ഓക്കെ, എല്ലാം കൊണ്ടുപോയിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ചെയ്യരുത്. ഇനി മൂന്നാമത്തത് ഇൻഷുറൻസ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പലരും ദരിദ്രരാകും. അതാണ് സത്യം. അപ്പം ഇൻഷുറൻസ് എടുത്തു വെക്കുക. ഇനി നാലാമത്തത്, ട്രെൻഡ്സിൻ്റെ പുറകെ പോകാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് ഒക്കെ വരുന്ന മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങൾ സംഭവിക്കും. പണം കൂടുതൽ വരും. കൂടുതൽ പണം എല്ലാ വർഷവും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വർഷവും പണം കൂടുന്ന സമയത്ത് നമ്മളെ പോർട്ട്ഫോളിയോ ഓരോ വർഷവും ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവാലുവേറ്റ് ചെയ്ത് റീബാലൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ബേസിക്സ് ഓഫ് ഫിനാൻസ്, പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സെയിം കാര്യമാണ്. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യാം. ഇത് വലിയ റോക്കറ്റ് സയൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. ഈ ബേസിക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വരും, പല ഐഡിയാസ് വരും. അതിൽ നിങ്ങൾക്ക് പണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സീ മാജിക്. സോ ഡു ദ ബേസിക്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേസിക്സ് ചെയ്യാണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം, ഡു ദ ബേസിക്സ്, ദെൻ യു വിൽ സീ ദ മാജിക്. ഓക്കെ, നിങ്ങളുടെ പണം വളരട്ടെ. ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.